കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. രാമായണം കഥാരൂപത്തിലാണ് നമ്മൾ കർക്കിടകം 1 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രീരാമചന്ദ്രൻ്റെയും ജാനകിയുടെയും ലക്ഷ്മണൻ്റെയും ഒക്കെ ജീവിതത്തിലൂടെ നമ്മൾ അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മൾ രാമായണത്തിലെ കഥകൾ പറയുന്നുണ്ട്. എല്ലാവരും എല്ലാ ദിവസവും മാധവത്തിൻ്റെ കൂടെ ഇരുന്ന് ഭഗവാന്റെ കൂടെ സഞ്ചരിക്കണം. അങ്ങനെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് നമുക്കെല്ലാവർക്കും ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. ഭരതനും മറ്റു പരിവാരങ്ങളും എല്ലാവരും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ എത്തിച്ചേർന്ന വിവരം നമ്മൾ പറഞ്ഞു. അവിടെ നിന്ന് ശ്രീരാമചന്ദ്രനെ തിരക്കി അവർ യാത്രയാവുകയാണ്. ആ സമയത്ത് ഭരദ്വാജ മഹർഷി ഭരതനോട് പറയുന്നുണ്ട്, രാമൻ എവിടെയുണ്ട് എന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അദ്ദേഹം രാജ്യത്തിലേക്ക് തിരികെ വരികയില്ല. ചിത്രകൂട പർവ്വതത്തിൽ രാമനുണ്ട്, അവിടെ ചെന്നാൽ കാണാം എന്ന് പറയുന്നു. അങ്ങനെ അവരെല്ലാവരും അവിടേക്ക് യാത്രയാകുന്നു. അവരെ സഹായിക്കുവാനായി ചില മുനിമാരെ കൂടി ഭരദ്വാജ മഹർഷി ഭരതൻ്റെ കൂടെ അയക്കുന്നു. അങ്ങനെ ഭരതനും പരിവാരങ്ങളും ചിത്രകൂടത്തിൽ എത്തിച്ചേരുന്നു. മലിന വസ്ത്രത്തോടു കൂടിയാണ് ഭരതൻ എത്തിച്ചേരുന്നത്. ഭരതൻ്റെ ശരീരം മുഴുവനും പൊടി പിടിച്ചിരിക്കുന്നു, വസ്ത്രങ്ങൾ അഴുക്കായിരിക്കുന്നു. അങ്ങനെയുള്ള ഭരതൻ്റെ കൂടെ ശത്രുഘ്നൻ, മറ്റു റാണിമാർ, മുനിജനങ്ങൾ, സൈന്യങ്ങൾ, കാലാൾ പടകൾ, ആനകൾ, കുതിരകൾ ഇവരെല്ലാവരും ചിത്രകൂട പർവ്വതത്തിൽ എത്തിച്ചേർന്നു. യമുനാ നദി കടന്നാണ് ചിത്രകൂടത്തിലേക്ക് എത്തിച്ചേർന്നത്. ആകെ സൈന്യത്തിൻ്റെ കോലാഹലം. ചിത്രകൂടത്തിൽ ധാരാളം മുനിമാർ താമസിക്കുന്നുണ്ട്. അവരെല്ലാവരും ഇപ്പോൾ സന്തുഷ്ടരാണ്. സൈന്യത്തിൻ്റെ കോലാഹലം കേട്ടപ്പോൾ അവർക്ക് ഭയം തോന്നി. രാമചന്ദ്ര രക്ഷിക്കണേ എന്ന് അവർ ഉറക്കെ വിളിച്ചു. താപസി വേഷത്തിൽ അയോധ്യ നഗരത്തോടൊപ്പം ഭരതനും ശത്രുഘ്നനും കടന്നു ചെന്നത് അപ്പോഴാണ്. ശ്രീരാമനും ലക്ഷ്മണനും ജാനകിയും പുതിയതായി നിർമ്മിച്ച പർണശാലയിൽ താമസിക്കുകയായിരുന്നു. പർണശാലയുടെ വാതിൽക്കൽ രാമൻ, അകത്തു ജാനകി, പുറത്ത് കാവൽക്കാരനായി ലക്ഷ്മണൻ. ഉത്തരീയവും ഉടുവസ്ത്രവും മാത്രം ധരിച്ച് യാത്ര കൊണ്ട് മലിന ശരീരനായി കണ്ണുനീരണിഞ്ഞുകൊണ്ട് ഭരതനും ശത്രുഘ്നനും അവിടേക്ക് കടന്നു വരുന്നു. അവർ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഹരേ കൃഷ്ണ. ഒരു നിമിഷം നിങ്ങളെല്ലാവരും കണ്ണടച്ച് ആ ഒരു ചിത്രം, ആ ഒരു രംഗം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. നിങ്ങളെല്ലാവരും ആ സമയത്ത് ആ പർണശാലയുടെ മുമ്പിൽ ശ്രീരാമചന്ദ്രനെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് ചിന്തിക്കണം. അവിടെ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു റാണിയായിട്ടോ, ഒരു കൊച്ചുകുട്ടിയായിട്ടോ, ഒരു മുനിയായിട്ടോ, എന്തിന് ഒരു തത്തയായിട്ട് പോലുമോ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. ആ കാഴ്ച നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരണം. അങ്ങനെ ഭരതനും ശത്രുഘ്നനും ശ്രീരാമചന്ദ്രൻ്റെ തൃപ്പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശ്രീരാമൻ സന്തോഷത്തോടു കൂടി അനുജനെ ആലിംഗനം ചെയ്ത് മടിയിലിരുത്തുന്നു. അങ്ങനെ പരസ്പരം അവർ ആലിംഗനം ചെയ്ത് സംസാരിച്ചു തുടങ്ങുന്നു. ആ സമയത്ത് ഭരതൻ ശ്രീരാമചന്ദ്രൻ്റെ തൃപ്പാദങ്ങൾ പിടിച്ച് കരയുകയാണ്. ജ്യേഷ്ഠ, ആര് പറഞ്ഞിട്ടാണ് അങ്ങ് രാജ്യം വിട്ടത്? അങ്ങ് വനത്തിലേക്ക് പോകാൻ ആരാണ് പറഞ്ഞത്? സ്ത്രീയല്ലേ പറഞ്ഞത്? സ്ത്രീകൾ അല്പബുദ്ധികളാണ്. അവരുടെ വാക്കുകേട്ട് ആരെങ്കിലും നാടുവിട്ട് പോയിട്ടുണ്ടോ? തെറ്റു ക്ഷമിച്ച് നാട്ടിലേക്ക് തിരിച്ചു വരണം.
സിംഹാസനത്തിലിരുന്ന് എല്ലാവരുടെയും മനക്ലേശം അകറ്റണം. അയോധ്യയ്ക്ക് അലങ്കാരവും അർത്ഥവും ജ്യേഷ്ഠനാണ്. ജ്യേഷ്ഠനില്ലെങ്കിൽ അയോധ്യയിൽ പകലും ഇരുട്ടായിരിക്കും. പ്രഭോ, അയോധ്യയിലെ രാജാവാണ് അങ്ങ്. ഞാൻ ദാസനായി ആജ്ഞ അനുസരിച്ചിട്ട് സേവ ചെയ്തോളാം. ഇങ്ങനെ പറഞ്ഞ് ഭരതൻ കരയുകയാണ്, കാലു പിടിച്ചു കരയുകയാണ്. അപ്പോൾ ശ്രീരാമൻ ഭരതനെ ഉപദേശിക്കുന്നു. ഭരതാ, നീ പണ്ഡിതനാണ്, ആലോചിക്കാതെ ഇങ്ങനെ പറയുന്നത് ശരിയല്ല. വെറുതെ ചെറിയമ്മയുടെ മേൽ കുറ്റം ആരോപിക്കരുത്. ഞാൻ അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ചിട്ടാണ് വനത്തിലേക്ക് വന്നത്. 14 വർഷം വനത്തിൽ ജീവിച്ച് അച്ഛൻ്റെ വാക്ക് പാലിച്ചിട്ട് ഞാൻ അയോധ്യയിലേക്ക് തിരിച്ചു വരും. ആ കാര്യമൊക്കെ പിന്നെ പറയാം. പറയൂ ഭരത, അച്ഛന് സുഖമാണോ? ഇങ്ങനെ രാമൻ ഭരതനോട് ചോദിക്കുന്നു. അത് കേട്ടതും ഭരതൻ തല കുനിക്കുന്നു. അപ്പോൾ വസിഷ്ഠൻ മറുപടി പറയുന്നു. രാമപിതാവ് സ്വർഗസ്ഥനായി. ഇത് കേട്ടതും രാമനും ലക്ഷ്മണനും ജാനകിയും ബോധം കെട്ട് നിലത്തു വീണു. പിന്നീട് രാമനും ലക്ഷ്മണനും സീതയും നിലത്ത് കിടന്ന് ഉരുണ്ടുരുണ്ട് കരയുകയാണ്. ആ സമയത്ത് വസിഷ്ഠൻ അവരെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് ഇനി എന്തു ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ശാസ്ത്രമനുസരിച്ചിട്ട് 3 ദിവസം ആ ശൗചമുണ്ട്. പിതാവിൻ്റെ ശ്രാദ്ധം ചെയ്യുവാനുള്ള അവകാശം മൂത്ത പുത്രനാണ്. 3 ദിവസം കഴിഞ്ഞ് ശ്രാദ്ധം അർപ്പിക്കണം. ഭരതൻ ഭണ്ഡാരമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ധനമെടുത്ത് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇഷ്ടം പോലെ ചെലവ് ചെയ്യാം. ദുഃഖമടക്കണം എന്ന് പറയുകയാണ് വസിഷ്ഠൻ. എന്നിട്ട് വീണ്ടും പറയുകയാണ്, സത്യം പാലിച്ചുകൊണ്ടാണ് അച്ഛൻ സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ട് കരഞ്ഞു കരഞ്ഞ് ആ പുണ്യം നശിപ്പിക്കരുത്. മൃതശരീരം തൈലത്തിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ഭരതൻ വന്നിട്ടാണ് ദഹിപ്പിച്ചത്. ദാനങ്ങൾ ഭരതൻ നടത്തുകയും ചെയ്തു. ഓരോ ബ്രാഹ്മണനും ഓരോ കോടിയാണ് ദാനം ചെയ്തത്. ഭൂമിയിലെ ഒരു രാജാവും ഭരതൻ ദാനം ചെയ്തതുപോലെ ദാനം ചെയ്തിട്ടില്ല എന്ന് വസിഷ്ഠൻ പറയുന്നു. അത് കേട്ടതും ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയോട് പറയുകയാണ്, മഹർഷി, കുലപുരോഹിതനായ അവിടുന്ന് പിതൃശ്രാദ്ധം ചെയ്യുവാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞിട്ട് അനുവാദം കിട്ടിയതിനു ശേഷം ശ്രീരാമനും ജാനകിയും ലക്ഷ്മണനും ഫാൽഗുനി നദിയുടെ തീരത്തിലേക്ക് പോകുന്നു. എല്ലാവരും നദീജലത്തിൽ കുളിക്കുന്നു. നാമവും ഗോത്രവും പറഞ്ഞ് തർപ്പണം ചെയ്യുന്നു. വീണ്ടും കുളിച്ചിട്ട് നദീതീരത്തിരിക്കുന്നു. ഒപ്പം ബന്ധുക്കളും സ്വജനങ്ങളും ഇരിക്കുന്നു. രാമൻ ആഗ്രഹിക്കുന്നത് പോലെ അയോധ്യ പ്രവർത്തിക്കും. എല്ലാവരും രാമൻ്റെ ചുറ്റും കൂടുന്നു. ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ആയുസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കുവാൻ എന്താണ് കാരണം? സൂര്യവംശത്തിലുള്ളവർ 10,000 വർഷം ജീവിക്കാറുണ്ട്. കാലം പൂർണ്ണമാകാതെ മൃത്യു ഉണ്ടാകാൻ എന്താണ് കാരണം? ഇങ്ങനെ രാമൻ ചോദിച്ചപ്പോൾ രാമനെ കുറിച്ചോർത്ത് പുത്രശോകം കൊണ്ടാണ് രാജാവ് സ്വർഗം പൂകിയത് എന്ന് സുമന്തർ പറയുന്നു. കുമാരൻ വനത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ രാമ രാമ എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ വെടിയുകയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അച്ഛനെ പറ്റി പറഞ്ഞുകൊണ്ട് 3 പേരും വീണ്ടും വീണ്ടും കരയുകയാണ്. അപ്പോഴേക്കും ശ്രാദ്ധത്തിനുള്ള ദ്രവ്യങ്ങളൊക്കെ എത്തിച്ചേർന്നു. തപോവനത്തിലുണ്ടായിരുന്ന മുനിമാരെ എല്ലാവരെയും രാമൻ പിതൃശ്രാദ്ധത്തിന് ക്ഷണിക്കുന്നു. ഫാൽഗുനി നദിയുടെ തീരത്താണ് ശ്രാദ്ധം
നടത്തുന്നത്. പിതൃപിണ്ഡം ആ ജലത്തിൽ അർപ്പിക്കുന്നു. ഇവിടെ മോക്ഷം നൽകുന്ന ആൾ തന്നെ ശ്രാദ്ധം ചെയ്യുകയാണ്. അങ്ങനെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും സീതാദേവിയും ദശരഥ മഹാരാജാവിന് ശ്രാദ്ധം ചെയ്യുന്നു. അതിനുശേഷം വസിഷ്ഠൻ ശ്രീരാമനോട് പറയുകയാണ്, ഭരതൻ അപേക്ഷിച്ചത് അനുസരിക്കണം. ഭരതന് രാമനില്ലാതെ ഗതിയില്ല. ഇങ്ങനെ പറയുന്നു വസിഷ്ഠൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഭരതനോടും വസിഷ്ഠനോടും പറയുകയാണ്, മഹർഷി, എനിക്ക് സന്തോഷവും സുഖവുമാണ് ഇവിടെ. പ്രാണനേക്കാൾ പ്രിയമാണ് എനിക്ക് ഭരതൻ. ഭരതൻ ഞാൻ തന്നെയാണ്. ഭരതന് രാജ്യം ലഭിക്കുമ്പോൾ എനിക്ക് തന്നെയാണ് രാജ്യം ലഭിക്കുന്നത്. അനുജ ഭരത, വേഗം അയോധ്യയിലേക്ക് ചെല്ലുക. രാജ്യം അനാഥപ്പെടുത്തരുത്. മന്ത്രിമാരുമായി ആലോചിച്ച് രാജ്യകാര്യങ്ങൾ ചെയ്യുക. രാജസിംഹാസനം ശൂന്യമായി കിടക്കുന്നു എന്ന് ചിന്തിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയമാകുന്നു. ഏതെങ്കിലും ശത്രു ഏതു നിമിഷത്തിലെങ്കിലും ആക്രമണം ഉണ്ടാക്കിയാൽ എന്തു ചെയ്യും? എനിക്ക് അറിവുള്ളതെല്ലാം ഞാൻ പറഞ്ഞു തരാം. നീ ഹിതാഹിതങ്ങൾ വിവേചിച്ച് അറിഞ്ഞ് പ്രവർത്തിക്കണം. 14 വർഷമല്ലേ, അത് പെട്ടെന്ന് കടന്നു പോകും. അപ്പോൾ നമ്മൾ 4 സഹോദരന്മാരും അയോധ്യയിൽ വീണ്ടും ഒത്തുകൂടും എന്ന് പറയുന്നു. അപ്പോൾ ഭരതൻ കൈകൂപ്പിക്കൊണ്ട് പറയുകയാണ്, രാജ്യം രക്ഷിക്കണം. എൻ്റെ കർത്തവ്യമല്ല അത്, ജ്യേഷ്ഠൻ്റെ കർത്തവ്യമാണ്. ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ തരുക. പാദുകങ്ങളെ രാജസിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാം. പ്രജകളപ്പോൾ ജ്യേഷ്ഠൻ തന്നെയാണ് രാജാവ് എന്ന് ചിന്തിക്കും. അപ്പോൾ ജ്യേഷ്ഠന് വേണ്ടി എനിക്ക് ജനങ്ങളെ സേവിക്കുവാൻ സാധിക്കും. ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ കൊട്ടാരത്തിലുണ്ടെങ്കിൽ 3 ലോകത്തിലും ആർക്കും ഭരതനെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഇങ്ങനെ പറയുകയാണ് ഭരതൻ. അപ്പോൾ ശ്രീരാമചന്ദ്രൻ അതിന് അനുവദിക്കുന്നു. ജീവനേക്കാൾ പ്രിയങ്കരനായ ഭരത, പാദുകങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുക. നന്ദിഗ്രാമത്തിൽ വസിച്ചുകൊണ്ട് രാജ്യകാര്യം നോക്കുക. എല്ലായ്പ്പോഴും വളരെ ശ്രദ്ധിച്ച് രാജ്യകാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ പറയുന്നു രാമൻ. നിറഞ്ഞ മനസ്സോടെ ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ ശിരസിൽ എഴുന്നള്ളിച്ചപ്പോൾ ഭരതൻ സർവാംഗം രോമാഞ്ചം കൊണ്ടു. പാദുകത്തിൽ പട്ടാഭിഷേകം നടത്തിയിട്ട് ഭരതൻ ശ്രീരാമൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് തിരിച്ച് പോരുകയും ചെയ്തു. യാത്ര പുറപ്പെട്ടപ്പോൾ എല്ലാവരും കരയുകയാണ്. കൗസല്യ രാമനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. മടിയിലിരുത്തി ചുംബനങ്ങൾ നൽകി. സുമിത്ര ലക്ഷ്മണനെ മടിയിലിരുത്തി കരഞ്ഞു. സീതയോട് യാത്ര പറയുമ്പോൾ എല്ലാവരും കരഞ്ഞു. ഭരതൻ അങ്ങനെ തിരിച്ച് അയോധ്യയിലേക്ക് മടങ്ങുന്നു. കുറച്ചു കാലം കൂടി ശ്രീരാമൻ ചിത്രകൂടത്തിൽ താമസിക്കുന്നു. ഭരതൻ സൈന്യവുമൊത്ത് 3 ദിവസം യാത്ര ചെയ്ത് അയോധ്യയിൽ എത്തിച്ചേരുന്നു. ഭഗവാൻ പറഞ്ഞയച്ചതുപോലെ വിശ്വകർമാവ് നന്ദിഗ്രാമത്തിൽ കൊട്ടാരം പണിതു കൊടുക്കുന്നു. ഭരതൻ രത്നസിംഹാസനത്തിൽ പട്ടുവിരിച്ചു. അതിന്മേൽ ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ സമർപ്പിക്കുന്നു. വെൺകൊറ്റക്കുട പിടിച്ചു. അതിനു മുമ്പിൽ കൃഷ്ണമൃഗത്തിൻ്റെ തോലിൽ ഇരുന്നു കൊണ്ട് ഭരതനും മന്ത്രിമാരും രാജ്യകാര്യങ്ങൾ നടത്തുന്നു. ഹരേ കൃഷ്ണ. ഈ ഭാഗം, ഈ പട്ടാഭിഷേക ഭാഗം, ആ കൃഷ്ണമൃഗത്തിൻ്റെ തോലിൽ ഇരുന്നു കൊണ്ട് ശ്രീരാമചന്ദ്രന് വേണ്ടി ഭരതൻ രാജ്യം ഭരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രോമാഞ്ചമുണ്ടാകുന്നു, കണ്ണു നിറയുന്നു. നിങ്ങൾ ഈ ഭാഗം മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കണം.
ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ സാധിച്ചത് നിങ്ങൾക്ക് ധാരാളം ഭാഗ്യമുള്ളത് കൊണ്ടാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. അത്രത്തോളം ഭാഗ്യം ചെയ്തതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ, ഈ കഥകൾ നിങ്ങൾക്ക് കേൾക്കാനും നിങ്ങളുടെ മനസ്സിലേക്ക് ആ ഭാഗങ്ങൾ കൊണ്ടുവരാനും സാധിച്ചത് എന്ന് ഈ നിമിഷം എനിക്ക് തോന്നുന്നു. കാരണം ഈ അവസാന ഭാഗം പറഞ്ഞപ്പോൾ, അതായത് ഭരതൻ കൃഷ്ണമൃഗത്തിൻ്റെ തോലിൽ ഇരുന്നു കൊണ്ട് മന്ത്രിമാരുമായി ആലോചിച്ച് രാജ്യം ഭരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിന് ഒരു വിറയലുണ്ടായി. ഹരേ കൃഷ്ണ. പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.